നെക്സ്റ്റ് നമ്മുടെ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് എന്ത്? എൻഷുറിംഗ് ഫെയർനെസ് ഇൻ അസസ്മെന്റ്. അസസ്മെന്റിൽ എന്തുണ്ടാവണം? ഫെയർനെസ് ഉണ്ടാവണം. ഫെയർനെസ് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവരെയും നമുക്ക് ഒരുപോലെ കൺസിഡർ ചെയ്യാൻ കഴിയണം. ഓക്കെ, അപ്പം ജനറലി നമ്മളിപ്പോ എന്ത് ചെയ്യണം? ഏതൊരു രീതിയിലാണെങ്കിലും അസസ്മെന്റ് എന്തായിരിക്കണം? അസസ്മെന്റ് ഷുഡ് ബി ഓൾവേസ് ഫെയർ. ഓക്കെ, അപ്പം നമ്മുടെ ലേണിംഗ് ഔട്ട്കംസിന് വേണ്ടിയിട്ടായിരിക്കണം, വാലിഡ് ആയിരിക്കണം, പിന്നെ അതേപോലെ എന്താണ്, റിലയബിൾ ആയിരിക്കണം അസസ്മെന്റ്, മാനേജബിൾ വർക്ക് ലോഡ് ആയിരിക്കണം, പിന്നെ എന്താണ്, ലേണറിനെ എൻകറേജ് ചെയ്യാൻ പറ്റുന്ന ഒരു അസസ്മെന്റ് ആയിരിക്കണം. സോ ഇങ്ങനെ കുറച്ച് ക്വാളിറ്റീസ് എന്ത് ചെയ്യണം? നമ്മൾ അസസ്മെന്റിൽ എപ്പോഴും കൺസിഡർ ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ ഒരു നമുക്കിത് വേണമെങ്കിൽ എന്തിന്റെയും പോയിന്റ് ആയിട്ട് എഴുതാം, ഗുഡ് ടെസ്റ്റിന്റെ പോയിന്റ്സ് ആയിട്ടും എഴുതാം. ഓക്കെ, ഇനി നമ്മൾ ഇതിൽ നോക്കുമ്പോൾ വാട്ട് ആർ ദ തിങ്സ് ആൻഡ് ഹൗ ക്യാൻ വി എൻഷുർ ഫെയർനെസ് ഇൻ അസസ്മെന്റ്? എന്താണ് ചെയ്യേണ്ടത്? വാട്ട് ഈസ് ഫെയർ അസസ്മെന്റ്? ഫെയർ അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അസസ്മെന്റ് ദാറ്റ് ഗീവ്സ് ഓൾ സ്റ്റുഡൻസ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ടു ഡെമോൺസ്ട്രേറ്റ് ലേണിംഗ് ഫ്രീ ഫ്രം ബയസ് ഓർ ബാരിയേഴ്സ്. അതാണ് എന്ത്? ഫെയർ അസസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ബയസ് ഉണ്ടാവരുത്, ബാരിയേഴ്സ് ഉണ്ടാവരുത്. ഫെയർ ആയിട്ട് എല്ലാ സ്റ്റുഡൻസിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? അവിടെ നമുക്ക് അസസ് ചെയ്യാൻ പറ്റണം. അപ്പൊ അവിടെ എന്ത് വേണം? ഇക്വിറ്റി വേണം. ഓക്കെ, ഇക്വാലിറ്റി മാത്രമല്ല ഇക്വിറ്റിയും വേണം. അപ്പൊ നമ്മൾ പറയുമ്പോൾ ഇക്വിറ്റി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഡിഫറെന്റ് ആവുന്നത്? ബാരിയേഴ്സ് ഉള്ള കുട്ടികളാണെന്ന് വെച്ചോ, അല്ലെങ്കിൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് എന്ത് വേണം? അവർക്ക് ആ കൺസിഡറേഷൻ കൂടെ കൊടുക്കണം എന്നാ പറയുന്നത്. ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവർക്കും ഒരുപോലെ എന്നുള്ളതാണ്. പക്ഷെ ഇങ്ങനെ പ്രശ്നങ്ങളുള്ള കുട്ടികളെ നമ്മൾ സ്പെഷ്യലി കൺസിഡർ ചെയ്യുമ്പോഴാണ് അത് വരുന്നത്, ഇക്വിറ്റി വരുന്നത്. ഓക്കെ, പിന്നെ എന്താണ്? ട്രാൻസ്പെറൻസി വേണം. ട്രാൻസ്പെറൻസി പറഞ്ഞാൽ ക്രൈറ്റീരിയ വളരെ ക്ലിയർ ആയിരിക്കണം. അതേപോലെ തന്നെയാണ് എന്ത്? പല നീഡ്സിനെ നമ്മൾ അക്കോമഡേറ്റ് ചെയ്യണം. അവിടെ എന്ത് വേണം? ഇൻക്ലൂസിവിറ്റിയും വേണം. ഇപ്പൊ ഇക്വിറ്റിയും ഇൻക്ലൂസിവിറ്റി എന്ന് പറയുന്നത് സിമിലർ പോയിന്റ്സ് ആണ്. സോ ദീസ് ആർ ദ തിങ്സ് വിച്ച് വി നീഡ്. അപ്പൊ സ്റ്റുഡൻസ് ഒരു ഡിസ്ലെക്സി ഉള്ള കുട്ടിയാണെങ്കിൽ അവർക്ക് എന്ത് പറ്റാൻ പറ്റില്ല? എഴുതാനും അങ്ങനെ അത്ര പെട്ടെന്ന് വായിക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് റിട്ടേൺ എസ്സേക്ക് പകരം എന്താണ്? ഓറൽ പ്രസന്റേഷൻ കൊടുക്കണം. സോ അങ്ങനെ വന്നാലേ എന്തുണ്ടാവുള്ളൂ? നമുക്കൊരു ഇക്വിറ്റി അല്ലെങ്കിൽ ഈ ഒരു ക്വാളിറ്റീസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അസസ്മെന്റും എന്താവുള്ളൂ? ഫെയർ ആവുള്ളൂ. ഓക്കെ, അപ്പം ഇക്വാലിറ്റിയും ഇക്വിറ്റിയും തമ്മിലൊരു ഡിഫറൻസ് അവിടെ പറയുന്നുണ്ട്. ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവർക്കും ഒരേപോലെ ടെസ്റ്റും എല്ലാവർക്കും 1 മണിക്കൂറിന്റെ ടെസ്റ്റും ഒക്കെയാണ്. പക്ഷെ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ചും കൂടെ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യാണ്. ഇപ്പൊ സ്റ്റുഡന്റ് ADHD ഉള്ള കുട്ടികളാന്ന് വെച്ചോ, അല്ലെ? അപ്പൊ ADHD എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈപ്പർ ആക്ടിവിറ്റി ആണ്, അല്ലെ? അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യാം? കുറച്ചൊന്ന് എക്സ്റ്റെൻഡ് ടൈം കൊടുക്കുക, ഇടയ്ക്കൊരു ബ്രേക്ക് കൊടുക്കുക. അപ്പൊ എന്താണ്? അവരെ നമ്മൾ അവരുടെ ഒരു കൺസിഡറേഷൻ, ഒരു ഹെൽത്ത് കൺസിഡറേഷൻ കൂടെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് അവരെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അസസ് ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് എ ഫെയർ അസസ്മെന്റ്. ഓക്കെ, നെക്സ്റ്റ് എങ്ങനെയാണ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. സോ മൾട്ടിപ്പിൾ റെസ്പോൺസ് ഫോർമാറ്റ്സ് കൊണ്ടുവരാം. ഇതൊക്കെ പോയിന്റ്സ് ആയിട്ട് എഴുതാം കേട്ടോ. സോ വാട്ട് ഇസ് ദ ഫസ്റ്റ് തിങ്? നമുക്ക് എന്ത് ചെയ്യാം? മൾട്ടിപ്പിൾ റെസ്പോൺസ് ഫോർമാറ്റ്സ് കൊണ്ടുവരാം. മൾട്ടിപ്പിൾ റെസ്പോൺസ് ഫോർമാറ്റ് കൊണ്ടുവരുമ്പോൾ എന്തൊക്കെയാണ്? ഒന്നുകിൽ റിട്ടൺ എക്സാം മാത്രമല്ല, ഇപ്പൊ നമ്മൾ നടത്തുന്ന പൊതുവെ എന്താണ്? റിട്ടൺ എക്സാം ആണ്. സോ അതിലും നമുക്ക് എന്താണ്? പല കുട്ടികൾക്ക് പല കഴിവായിരിക്കും, അല്ലെ? അപ്പൊ നമ്മൾ അതിനെ കൂടെ തന്നെ എന്ത് ചെയ്യാണ്? റിട്ടൺ എക്സാമിന്റെ കൂടെ വിഷ്വലും അതേപോലെ ഓറൽ പ്രസന്റേഷൻസും കാര്യങ്ങളെല്ലാം കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് എന്ത് എൻഷുർ ചെയ്യാം? അവിടെ കുട്ടികൾക്ക് ഏതാണോ അവരുടെ ബെസ്റ്റ് മീഡിയം ഓഫ് എക്സ്പ്രഷൻ, അവരുടെ സ്ട്രെങ്ത് ഏതാണോ അതിൽ നിന്ന് അവർക്ക് എന്ത് ചെയ്യാം? സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ ഒരേ സാധനം നമ്മൾ പല രീതിയിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാണ്? ടെസ്റ്റ് ചെയ്യാണ്. സോ ദാറ്റ് ഇസ് മൾട്ടിപ്പിൾ റെസ്പോൺസ് ഫോർമാറ്റ്സ് കൊണ്ടുവരാം. നെക്സ്റ്റ് എന്താണ്? പ്രൊസീജിയറൽ ഫെയർനെസ് കൊണ്ടുവരാം. ഈ പ്രൊസീജിയറൽ ഫെയർനെസ് പറഞ്ഞാൽ എന്താണ്? ഒരേപോലെ വരുന്ന ടൈം ലിമിറ്റ്സ് കൊണ്ടുവരിക, അല്ലെ? അപ്പം റൂബ്രിക്സ് നമ്മൾ യൂസ് ചെയ്യുന്ന റൂബ്രിക്സ് സെയിം ആക്കുക, ന്യൂട്രൽ എക്സാം കണ്ടീഷൻസ് കൊടുക്കുക, പിന്നെ ക്ലാസ് റൂം എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യുക, കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുക, ബയസിങ് ഇല്ലാതിരിക്കുക. ഓക്കെ, സോ ഇങ്ങനെയൊക്കെ വന്നാൽ എന്താണ്? നമുക്ക് ആ പ്രൊസീജിയറൽ ഫെയർനെസ് കൊണ്ടുവരാം. പ്രൊസീജിയറൽ എന്ന് പറയുമ്പോൾ എന്താണ്? നടത്തുമ്പോഴുള്ള ഫെയർനെസ് ആണ്, അല്ലെ? ഒരേപോലെ ക്ലാസ് റൂം എൻവയോൺമെന്റ് എന്നും പിന്നെ എന്താണ്? നടത്തുമ്പോൾ റൂബ്രിക്സ്, അതായത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ റൂബ്രിക്സ് സെയിം വെക്കുകയാണ്, ടൈം ലിമിറ്റ്സ് നമ്മൾ സെറ്റ് ചെയ്യാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് എന്താണ്? പ്രൊസീജിയറൽ ഫെയർനെസ് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ഫസ്റ്റ് വൺ എന്താണ്? നമുക്ക് മൾട്ടിപ്പിൾ റെസ്പോൺസ് ഫോർമാറ്റ്സ് വേണം. സെക്കൻഡ് വൺ പ്രൊസീജിയറൽ ഫെയർനെസ് വേണം. തേർഡ് വൺ എന്താണ്? കൾച്ചറൽ അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക് ബയസിനെല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ കൾച്ചറൽ, ഇപ്പൊ നമ്മൾ ചില ക്വസ്റ്റ്യൻസ് നമ്മൾ എന്താണ്? നമ്മൾ വിചാരിക്കും ഇപ്പൊ ഓക്കെ, ഒരു ഫെസ്റ്റിവൽസിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് വെച്ചോ. അപ്പൊ ഫെസ്റ്റിവൽസിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇപ്പൊ നോർത്ത് ഇന്ത്യയിലെ ഒരു പേപ്പർ സെറ്റർ ആണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ അവര് എന്താണ്? ഹോളിയെ കുറിച്ച് ചോദിച്ചു എന്ന് വരാം. ഇപ്പൊ ഒക്കെ നമുക്കറിയാം. പക്ഷെ പണ്ട് കാലത്താണെങ്കിൽ നമുക്കിപ്പം എല്ലാവർക്കും എല്ലാ ഫെസ്റ്റിവൽസിനെ കുറിച്ച് അറിയോ? ഇല്ല. നോർത്ത് ഇന്ത്യൻസിന് എന്താണ് ഹോളി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. എന്നാൽ സൗത്ത് ഇന്ത്യൻസിനോ അങ്ങനെ പറ്റില്ല. അപ്പൊ ജനറലി എക്സ്പ്ലെയിൻ യുവർ സ്റ്റേറ്റ് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ അതെന്തായി? നമുക്ക് എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായി. ഓക്കെ, സോ അങ്ങനെയുള്ള കൾച്ചറൽ ഫെയർനെസ് അല്ലെങ്കിൽ റീജിയണൽ ഫെയർനെസ് ഒക്കെ അതിൽ കൊണ്ടുവരാം. അതേപോലെ ലാംഗ്വേജ്, ഓക്കെ, അതും കൊണ്ടുവരാം. പിന്നെ വേറൊരു പ്രശ്നമാണ് എന്ത്? സാധാരണ ഉള്ളൊരു പ്രശ്നമാണ് എന്ത്? കോഗ്നിറ്റീവ് ബയസസ്. അതായത് എന്താണ്? ഹാലോ ഇഫക്ട് ആൻഡ് പ്രജുഡിസ്. പ്രജുഡിസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. വാട്ട് ഇസ് ഹാലോ ഇഫക്ട്? ഹാലോ ഇഫക്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്കൊരു ബ്രാൻഡ് ഇഷ്ടമാണെന്ന് വെച്ചോ,
ഓക്കെ, ഇപ്പൊ ചെരുപ്പ് വന്ന കാര്യത്തില് എനിക്ക് ബാറ്റ ചെരുപ്പ് ഭയങ്കര വിശ്വാസമാണ്. അപ്പൊ ഞാൻ എന്താ ചെയ്യാ, ബാറ്റയിൽ ഇപ്പം നല്ലയാണെങ്കിലും ചീത്തയാണെങ്കിലും ഒക്കെ എനിക്ക് എന്താ ആ ബാറ്റ നല്ലയാ. ഓക്കെ, സോ അങ്ങനെ വരുന്ന നമ്മൾ ആ ബ്രാൻഡിന് നമ്മൾ എന്ത് കൊടുത്തു, ആ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ആ ഒരു ക്രെഡിറ്റ് കൊടുത്തു. ഓക്കെ, അങ്ങനെ നമുക്ക് ക്ലാസ് റൂമിൽ ഉണ്ടാവാം അല്ലെ. ഇപ്പൊ നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉണ്ട്, അത്യാവശ്യം നല്ല പൊളൈറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു കുട്ടിയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ അസ്യൂം ചെയ്തു പോകും എന്ത്, ഈ കുട്ടി നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയായിരിക്കും, ഇന്റലിജന്റ് ആയിരിക്കണം. പക്ഷെ ആവണമെന്നില്ല അല്ലെ, ആയിരിക്കാം പക്ഷെ ആവണമെന്നില്ല. സോ അങ്ങനെ വരുന്ന ആ ഇഫക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹാലോ ഇഫക്ട്. അപ്പൊ അങ്ങനത്തെ കോഗ്നിറ്റീവ് ബയസസ് ഒക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. അപ്പൊ പ്രെജുഡിസ് വേണ്ട, ഹാലോ ഇഫക്ട് വേണ്ട, ഫേവറിസം വേണ്ട. ഓക്കെ, അപ്പം നമ്മൾ കുറച്ചുകൂടെ എന്ത് ചെയ്യാണ്, ബ്ലൈൻഡ് ആയിട്ടുള്ള ഗ്രേഡിങ് ചെയ്യാം. ബ്ലൈൻഡ് ആയിട്ട് പറഞ്ഞാൽ ഏത് കുട്ടിയുടെ പേപ്പറാണ് ടീച്ചർ അറിയണ്ട അല്ലെങ്കിൽ ഇവാലുവേറ്റർ അറിയണ്ട, അങ്ങനെയുള്ള ഗ്രേഡിങ് കൊണ്ടുവരാം. നെക്സ്റ്റ് ആണ് എന്ത്, പലതരം ഇൻക്ലൂസീവ് അക്കോമഡേഷൻസ് കൊണ്ടുവരാം. ഇൻക്ലൂസീവ് അക്കോമഡേഷൻസ് പറയുമ്പോൾ എന്തൊക്കെയാണ്, നമുക്കിപ്പം എന്താ പറയാ, പല ഡിസബിലിറ്റീസ് നമ്മൾ കണ്ടു അല്ലെ. ഇപ്പൊ ഡിസ്ലെക്സിയ ആണെങ്കിൽ ഓറൽ എക്സാം കൊടുക്കുക, വിഷ്വൽ ഇമ്പയർമെന്റ് ആണെങ്കിൽ ഒരു ഓഡിയോ ടെസ്റ്റ് കൊടുക്കുക, ADHD ആണെങ്കിൽ എക്സ്റ്റൻഡഡ് ടൈം കൊടുക്കുക. സോ അങ്ങനെ വരുമ്പോൾ എന്താണ്, അവരെ നമുക്ക് എന്ത് ചെയ്യാം, ഫെയർ ആയിട്ട് തന്നെ അസസ് ചെയ്യാൻ പറ്റും. പിന്നെ എല്ലാവർക്കും എന്ത് വേണം, ഈക്വൽ ആയിട്ടുള്ള ലേണിംഗ് ഓപ്പർച്യൂണിറ്റിയും വേണം. അങ്ങനെയാണെങ്കിലല്ലേ അസസ് ചെയ്യുന്നതിലും കഥയുള്ളൂ. ഇപ്പം ഇവിടെ ഒരു സ്കൂളിലാണെങ്കിൽ ഇപ്പൊ 2 സ്കൂൾസ് ഒരുമിച്ച് ടെസ്റ്റഡ് ആണെങ്കിൽ കോമൺ എക്സാം എടുക്കാന്ന് വെച്ചോ, ഒരു സ്കൂളിൽ 10 ചാപ്റ്ററിൽ ആകെ 9 ചാപ്റ്റർ പഠിച്ചിട്ടുള്ളൂ, മറ്റേ സ്കൂളിൽ ഫുൾ ചാപ്റ്റേഴ്സ് കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നടത്തുമ്പോൾ ഒരു എന്താ പറയാ, ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താവില്ല, ഫെയർ ആവില്ല. ബിക്കോസ് അവിടെ ഒരു ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല. ഓക്കെ, അപ്പൊ 2 പിള്ളേരെ നമുക്ക് ഒരുപോലെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുമോ, ഇല്ല. സോ അങ്ങനെ എന്താ, ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് എപ്പോഴും എന്താണ്, ഈക്വൽ ആയിരിക്കണം. അതേപോലെ മാർക്കിംഗ് എന്തായിരിക്കണം, ട്രാൻസ്പാരന്റും ആയിരിക്കണം. മാർക്കിംഗ് ട്രാൻസ്പാരന്റ് എന്ന് പറയുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ റൂബ്രിക്സ് വെച്ച് മാർക്ക് ചെയ്യാന്നുള്ളത്. റൂബ്രിക്സ് വെച്ച് മാർക്ക് ചെയ്താൽ എന്താ നമുക്ക് ഗുണം, റൂബ്രിക്സ് വെച്ച് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കോമൺ മാർക്കിംഗ് സ്കീം കൊണ്ടുവരാൻ കഴിയും. ഓക്കെ, സോ സമ്മറി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, ഇപ്പൊ നമുക്ക് എങ്ങനെ എൻഷുർ ചെയ്യാം ക്ലാസ് റൂം അസസ്മെന്റിൽ ഫെയർനെസ്. ഒന്ന് ക്ലാസ് റൂം എൻവയോൺമെന്റ്, അതായത് പ്രൊസീജിയറൽ ഫെയർനെസ് കൊണ്ടുവരാം. എന്തൊക്കെയാണ്, എൻവയോൺമെന്റ്, കൺസിസ്റ്റൻസി, ആക്യുറസി, എലിമിനേഷൻ ഓഫ് ബയസ്, ട്രാൻസ്പെറൻസി, ഇതെല്ലാം കൊണ്ടുവരാം. പിന്നെ എന്താണ്, ലേണിംഗ് ഒബ്ജക്റ്റീവിന് റിലേറ്റഡ് ആയിട്ട് തന്നെയുള്ള ക്വസ്റ്റ്യൻസ് കൊണ്ടുവരിക. ടെസ്റ്റ് വാലിഡ് ആണെന്ന് ഉറപ്പുവരുത്തുക. പിന്നെ എന്താണ്, റിലയബിൾ ആയിട്ടുള്ള ടൂൾസ് യൂസ് ചെയ്യാം. പിന്നെ അതേപോലെ നമ്മളിപ്പോ പറഞ്ഞ ആ പോയിന്റ്സ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം അസസ്മെന്റിനെ നമ്മളിപ്പോ ഫെയർ ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡൈവേഴ്സ് ആയിട്ടുള്ള നീഡ്സിനെയും കൂടെ നമുക്ക് എന്ത് ചെയ്യണം, ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, അതേപോലെ എന്താണ്, ബയസ് എല്ലാം എലിമിനേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ട്രാൻസ്പെറൻസിയും ഇൻക്ലൂസിവിറ്റിയും കൊണ്ടുവരണം. അങ്ങനെ പറഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ഫെയർ അസസ്മെന്റ് അവിടെ എൻഷുർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇതിന്റെ കൂടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്, നമ്മൾ പറഞ്ഞില്ലായിരുന്നോ ഏറ്റവും ഫസ്റ്റ് ചാപ്റ്ററിൽ പ്രിൻസിപ്പിൾസ് ഓഫ് അസസ്മെന്റ്. അപ്പൊ പ്രിൻസിപ്പിൾസ് ഓഫ് അസസ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ എന്താണ്, ഓരോ 5 പ്രിൻസിപ്പിൾസ് അല്ലേ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തത്. എന്തൊക്കെയായിരുന്നു 5 പ്രിൻസിപ്പിൾസ്, ആദ്യം ടെസ്റ്റ്, എങ്ങനെ ടെസ്റ്റ്, സെലക്ടിങ് ദ മെത്തേഡ് ഓഫ് ടെസ്റ്റിംഗ്, കളക്ടിങ് ദ ഡേറ്റ അല്ലെ, അങ്ങനെ ഒരു 5 മെത്തേഡ്സ്, 5 ഇത് പറഞ്ഞിട്ടു. അപ്പൊ ഓരോ സ്റ്റേജിലും നമുക്ക് എന്ത് ചെയ്യാം, ജഡ്ജിങ്, റിപ്പോർട്ടിങ്, ഇന്റർപ്രിറ്റിംഗ് അല്ലെ, സ്കോറിങ്, ജഡ്ജിങ്, ഇന്റർപ്രിറ്റിംഗ്. അപ്പം ഓരോ സ്റ്റേജിലും നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഫെയർ ആക്കാൻ, ആ ഒരു പ്രൊസീജിയർ എങ്ങനെ ഫെയർ ആക്കാം എന്ന് വേണമെങ്കിൽ നമുക്കിപ്പോ 10 മാർക്സിനായ ക്വസ്റ്റ്യൻ വന്നെങ്കിൽ അതും കൂടി ഇൻക്ലൂഡ് ചെയ്ത് എഴുതാം. 5 മാർക്സിനാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത് കൂടുതലായിരിക്കും. സോ ഇതിനെ ഒന്ന് ചുരുക്കി എഴുതേണ്ടി വരും. ഓക്കെ, സോ ദിസ് ഇസ് അബൌട്ട് വാട്ട്, ഫെയർ അസസ്മെന്റ്. ഓക്കെ.